പശ്ചിമ ബംഗാളിൽ മെയ് 4-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബി.ജെ.പി. നേതാവ് സുവേന്ദു അധികാരി തട്ടിവിട്ട ഒരു പ്രവചനമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് തകർന്നേക്കാം എന്നതായിരുന്നു അത്. പ്രവചനം നടത്തി കൃത്യം 1 മാസം തികയുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിലും ആഭ്യന്തര യുദ്ധത്തിലുമാണ് ചെന്നെത്തി നിൽക്കുന്നത്. എന്നാൽ അഴിമതിയുടെയും ഗുണ്ടായിസത്തിന്റെയും താവളമായ ടി.എം.സി പൂർണ്ണമായി തകരുന്നത് കാണാൻ ബംഗാളിലെ ബി.ജെ.പിയിലെ ഒരു വിഭാഗം ആഗ്രഹിക്കുന്നില്ല. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ കാവിപ്പടയുടെ കൃത്യമായ രാഷ്ട്രീയ ഭയമുണ്ട്. ടി.എം.സി തകർന്നാൽ ബംഗാൾ മണ്ണിൽ തങ്ങൾക്ക് നേരിടേണ്ടി വരിക ഇതിലും ശക്തനായ ആദർശശുദ്ധിയുള്ള ഒരു യഥാർത്ഥ ശത്രുവിനെ ആയിരിക്കുമെന്ന് ബി.ജെ.പി തിരിച്ചറിയുന്നുണ്ട്. അത് മറ്റാരുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. 1998-ൽ രൂപീകൃതമായതിനു ശേഷം ഇത്രയും വലിയൊരു അസ്തിത്വ പ്രതിസന്ധിയിലൂടെ ടി.എം.സി കടന്നുപോയിട്ടില്ല. കഴിഞ്ഞ ബുധനാഴ്ച ബംഗാൾ സാക്ഷ്യം വഹിച്ചത് നാടകീയമായ രംഗങ്ങൾക്കാണ്. 2 തവണ രാജ്യസഭാ എംപിയും ഉലുബേരിയ പൂർവ്വ എംഎൽഎയുമായ ഋതുപ്രതാപ് ബാനർജിയുടെ നേതൃത്വത്തിൽ ടി.എം.സിയുടെ 80 എംഎൽഎമാരിൽ 60 പേരും മമതാ ബാനർജിക്കെതിരെ പരസ്യമായി കലാപം നടത്തി. മമത നിശ്ചയിച്ച പ്രതിപക്ഷ നേതാവിനെ തള്ളിക്കൊണ്ട് വിമതർ ഋതുപ്രതാപ് ബാനർജിയെ പുതിയ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. ഇതോടെ മമതയുടെ ഏകാധിപത്യ ഭരണത്തിനും പാർട്ടിക്ക് മേലുള്ള ആധിപത്യത്തിനും കനത്ത പ്രഹരമേറ്റിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് എന്ന അഴിമതിക്കൂട്ടം തകരുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത ചില ഗ്രൂപ്പുകൾ ബംഗാൾ ബി.ജെ.പിയിലുണ്ട്. പ്രശസ്ത മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ സ്നിഗ്ധേന്ദു ഭട്ടാചാര്യ നിരീക്ഷിക്കുന്നത് പോലെ ടി.എം.സി തകരുമ്പോഴുണ്ടായ രാഷ്ട്രീയ ശൂന്യതയിലേക്ക് CPIM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി കോൺഗ്രസുമായി ചേർന്ന് ശക്തമായി കടന്നുവരുമെന്ന് ബി.ജെ.പി ഭയപ്പെടുന്നുണ്ട്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും താൽക്കാലികമായി ബി.ജെ.പി പാളയത്തിലേക്ക് പോയ പരമ്പരാഗത ഇടതുപക്ഷ വോട്ടർമാർ തങ്ങളുടെ പഴയ ചുവപ്പ് കോട്ടയിലേക്ക് തിരിച്ചെത്താൻ ഈ സാഹചര്യം കാരണമാകും. മുൻപ് ഇടതുപക്ഷത്തിന്റെ 20%-ലധികം വോട്ടുകൾ തന്ത്രപരമായി കൈക്കലാക്കിയാണ് ബി.ജെ.പി ബംഗാളിൽ 18 ലോക്സഭാ സീറ്റുകളും 77 നിയമസഭാ സീറ്റുകളും ഒപ്പിച്ചത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും സജീവമായാൽ ഈ വോട്ട് ബാങ്ക് ഒലിച്ചു പോകുമെന്ന് കാവി നേതൃത്വത്തിന് നല്ലതുപോലെ അറിയാം. ഒഡീഷയിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് തടയാൻ പരാജയപ്പെട്ട നവീൻ പട്നായിക്കിന്റെ ബി.ജെ.ഡിയെ തകരാതെ നിലനിർത്താൻ ബി.ജെ.പി സഹായിച്ചതായി സ്നിഗ്ധേന്ദു ഭട്ടാചാര്യ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതേ നാണം കെട്ട രാഷ്ട്രീയ തന്ത്രമാണ് ബി.ജെ.പി ബംഗാളിലും പയറ്റുന്നത്. ബി.ജെ.പി നേരിട്ട് വെല്ലുവിളിക്കാത്ത എന്നാൽ പ്രതിപക്ഷ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പുനരുദ്ധാനത്തെ തടഞ്ഞു നിർത്തുന്ന ഒരു പോക്കറ്റ് പ്രതിപക്ഷമായി ടി.എം.സി നിലനിൽക്കണമെന്നാണ് ബി.ജെ.പിയുടെ ആഗ്രഹം. 34 വർഷം ബംഗാൾ ഭരിച്ച ഇടതുപക്ഷത്തിന്റെ കേഡർ സംവിധാനങ്ങൾ വീണ്ടും തെരുവുകളിൽ സജീവമായി കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പാർട്ടി ഓഫീസുകൾ നവീകരിച്ച് തുറക്കുന്ന ചിത്രങ്ങൾ നിറയുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഫൽത്ത ഉപതെരഞ്ഞെടുപ്പ് ഫലം. അവിടെ ഇടതുപക്ഷം അപ്രതീക്ഷിത കുതിപ്പ് നടത്തി 40,000-ലധികം വോട്ടുകളോടെ ബി.ജെ.പിക്ക് തൊട്ടുപിന്നിൽ 2ാം സ്ഥാനത്തെത്തി. ജനങ്ങളെ വഞ്ചിച്ച ടി.എം.സി സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കൂടാതെ ദോംകൽ നിയമസഭാ സീറ്റ് തിരിച്ചുപിടിച്ചുകൊണ്ട് CPIM തങ്ങളുടെ പ്രത്യാക്രമണം തുടങ്ങിക്കഴിഞ്ഞു. ഓൾ ബംഗാൾ ടീച്ചേഴ്സ് അസോസിയേഷൻ, CITU തുടങ്ങിയ ഇടത് പോഷക സംഘടനകൾ റെയിൽവേ സ്റ്റേഷൻ ഹോക്കർമാരെ ഒഴിപ്പിക്കുന്നതിനെതിരെ ഉൾപ്പെടെയുള്ള ജനകീയ സമരങ്ങളുമായി തെരുവുകൾ കീഴടക്കുകയാണ്. ടി.എം.സി നേതാക്കൾ പരസ്പരം കസേരയ്ക്കായി കടിച്ചു കീറുമ്പോൾ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇടതുപക്ഷം മാത്രമാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. തൃണമൂലിനെ പൂർണ്ണമായി വിഴുങ്ങാൻ ബി.ജെ.പിക്ക് എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. ഏകദേശം 50 ടി.എം.സി എംഎൽഎമാരും 20 എംപിമാരും ബി.ജെ.പിയിലേക്ക് വരാൻ തയ്യാറാണെന്ന് ബി.ജെ.പി എംപി സൗമിത്ര ഖാൻ തന്നെ തുറന്നു പറഞ്ഞതാണ്. എന്നിട്ടും അവരെ സ്വീകരിക്കാൻ ബി.ജെ.പി തയ്യാറാക്കുന്നില്ല. പാർട്ടിയുടെ തൃണമൂൽ വൽക്കരണം തടയാൻ എന്ന വ്യാജേന സംസ്ഥാന അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ വാതിലുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെ യഥാർത്ഥ കാരണം ടി.എം.സി എന്ന പാർട്ടിയെ നാമമാത്രമായെങ്കിലും നിലനിർത്തി കമ്മ്യൂണിസ്റ്റുകാരുടെ വളർച്ചയ്ക്ക് തടയിടുക എന്നത് മാത്രമാണ്. എന്നാൽ അഴിമതിയിൽ മുങ്ങിയ ടി.എം.സിയെയും വർഗീയത കളിക്കുന്ന ബി.ജെ.പിയെയും ഒരുപോലെ നേരിട്ടുകൊണ്ട് ഇടതുപക്ഷം ബംഗാൾ മണ്ണിൽ തങ്ങളുടെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യും. സമരവീര്യമുള്ള കമ്മ്യൂണിസ്റ്റ് കേഡറുകൾക്ക് മുൻപിൽ തൃണമൂലിന്റെ ഗുണ്ടായിസവും ബി.ജെ.പിയുടെ കോർപ്പറേറ്റ് തന്ത്രങ്ങളും തകർന്നടിയുന്ന കാഴ്ചയ്ക്കാണ് ഇനി പശ്ചിമ ബംഗാൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.